ചാനൽ ചർച്ചകളിൽ അടക്കം ഇടതുമുഖമായിരുന്ന റെജി ലൂക്കോസ് ഇപ്പോൾ ബിജെപിയിൽ ചേർന്നിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തയായി പങ്കുവെക്കേണ്ടത് ഇതാ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഷാൾ അണിയിച്ചുകൊണ്ടാണ് റെജി ലൂക്കോസ് എന്ന ഇടതുപക്ഷത്തിനു വേണ്ടി ഇന്നലെ വരെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് CPIMന്റെ വക്താവിനെ പോലെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന, CPIMന്റെ ജിഹ്വയായി തന്നെ പ്രവർത്തിച്ചിരുന്ന റെജി ലൂക്കോസ് ഇതാ ബിജെപിയുടെ ഭാഗമായിരിക്കും. ഈ ലോക്കൽ ബോഡി ഇലക്ഷനും ജനങ്ങളുടെ തീരുമാനം. ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് BJPന്റെ ചരിത്രത്തിൽ, NDAന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു റിസൾട്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന്റെ അപ്പുറം ഞങ്ങൾ പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ക്ലിയർ മെസ്സേജാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്ന കാലമാണ് ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ. ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ്. കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ് ഞങ്ങൾ ഈ അസംബ്ലി ഇലക്ഷൻ കാണുന്നത്. ഈ അസംബ്ലി ഇലക്ഷനെ കുറിച്ച് മറ്റ് പാർട്ടികളെല്ലാം സംസാരിക്കും, അവരുടെ പ്രചരണവും ദുർപ്രചരണവും എല്ലാം ചെയ്യും. പക്ഷെ ഞങ്ങൾ അടുത്ത 100 ദിവസം മുമ്പോട്ട് വെക്കാൻ പോകുന്നത് കൃത്യമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വികസിത കേരളം. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. വികസനം, തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സർക്കാർ സേവനങ്ങൾ, ഭരണശൈലി, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, നമ്മളെ കുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ആദ്യം മുതൽ ഇന്ന് വരെ. ഇനി അസംബ്ലി ഇലക്ഷൻ ഞങ്ങളത് മുമ്പോട്ട് വയ്ക്കും, കൃത്യമായി അത് ഇനിയും മുമ്പോട്ട് വയ്ക്കും. ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ രാഷ്ട്രീയം ഈ വികസന രാഷ്ട്രീയമാണ്. അതിന്റെ ഒപ്പം ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ, കോൺഗ്രസിനോ CPIMനോ BJP NDAക്ക് കൊടുക്കുമ്പോൾ, സെൻട്രൽ ഗവൺമെന്റിൽ അവസരം UPA കോൺഗ്രസിന് കിട്ടി, കോൺഗ്രസിന് മറ്റ് സംസ്ഥാനത്തിലും കിട്ടി. ഈ ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ഈ വികസനത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആര് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് കാർഡ്, BJP NDAന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, കോൺഗ്രസിന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, CPIന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, ഇത് ഞങ്ങൾ കൃത്യമായി ജനങ്ങൾ മുമ്പിൽ വയ്ക്കും. ജനങ്ങളിത് മനസ്സിലാക്കും. ആരാണ് വികസനത്തിന് കുറിച്ച് കാഴ്ചപ്പാട്, ആർക്കാണ് കഴിവ്, ആർക്കാണ് താല്പര്യം, ആർക്കാണ്, ആരാണ് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. രണ്ടാമത്തെ ടോപ്പിക്, 2 ഭാഗമായിട്ട് ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുന്നു. വികസനം, വിശ്വാസം സംരക്ഷിക്കണം, പിന്നെ ഭരണശൈലി. പക്ഷെ രണ്ടാമത്തെ ഒരു വലിയൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ചർച്ച നടക്കണം. ഞാൻ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് പേപ്പറും TV-യെല്ലാം കാണുമ്പോൾ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവുമാരും ജമാഅത്തെ ഇസ്ലാമിന്റെ മുതിർന്ന നേതാവുമാരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം വായിച്ച് എനിക്ക് തന്നെ ഒരു അതിശയം. അവര് തീരുമാനിക്കുന്നത് എന്താണ്? വികസനമല്ല. അവര് പറഞ്ഞത് എന്താണ്? ഇടത് സഹയാത്രികനായിരുന്ന ചാനൽ ചർച്ചകളിലടക്കം ഇടതുപക്ഷത്തിന് വേണ്ടി നിരന്തരം വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന, ഒരു പക്ഷേ പല വിഷയങ്ങളിലും സാധാരണ ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചകൾക്ക് അതിഥികളെ നൽകുന്നത് അതാത് പാർട്ടികൾ തന്നെയാണ്. അതാകട്ടെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മാത്രമാണ് ചാനൽ ചർച്ചകൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗികമായി അനുമതി നൽകാറുള്ളത്. അത്തരം സാഹചര്യങ്ങളിൽ അടക്കം, അതായത് CPIMും സർക്കാരുമൊക്കെ പ്രതിരോധത്തിലാകുന്ന സാഹചര്യങ്ങളിൽ അടക്കം ഇടതുപക്ഷത്തിനു വേണ്ടി, CPIMന് വേണ്ടി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന റെജി ലൂക്കോസ്, ഏറ്റുമാനൂർ സ്വദേശി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെജി ലൂക്കോസിനെ ഇപ്പോൾ BJP പാളയത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 3.5 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് റെജി ലൂക്കോസ് നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളിൽ പോലും സർക്കാരിന് വേണ്ടി കൃത്യമായി പ്രതിരോധം തീർത്തിരുന്നു. അങ്ങനെയുള്ള റെജി ലൂക്കോസിനെയാണ് ഇപ്പോൾ BJP ആ പാളയത്തിലേക്ക് എത്തിക്കുന്നത്. സജിത്ത്,
അപ്രതീക്ഷിതമായ ഒരു നീക്കം എന്ന് തന്നെ പറയാം. റെജി ലൂക്കോസ് CPIMന്റെ ആര് എന്ന് ചോദിച്ചാൽ അവിടെ ഔദ്യോഗികമായ പദവികളൊന്നും പറയാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷേ നിരവധി വേദികളിൽ അല്ലെങ്കിൽ പ്രാദേശികമായ പരിപാടികളിൽ അടക്കം വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു റെജി ലൂക്കോസിന്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനു വേണ്ടി വാദിക്കുന്ന, അതല്ല എങ്കിൽ CPIMന് വേണ്ടി തന്നെ വാദിക്കുന്ന വ്യക്തി എന്ന നിലയിൽ. അഭിലാഷ്, അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. കാരണം സംഘടനാ പരിശോധന നടത്തിയാൽ CPIMുമായി ആ തരത്തിൽ സംഘടനാ തരത്തിലുള്ള ബന്ധം റെജി ലൂക്കോസിനില്ല. പക്ഷേ ടെലിവിഷൻ ചർച്ചകളിലും പൊതുവേദികളിലുമൊക്കെ CPIMന്റെ മുഖമായി പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയാണ് റെജി ലൂക്കോസ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതൊരു ബിഗ് ക്യാച്ചാണ് BJPയെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം CPIMന്റെ മുതിർന്ന നേതാവിനെ ഒപ്പം എടുത്തു എന്ന അവകാശവാദം ഒരുപക്ഷെ BJP ഉന്നയിച്ചേക്കില്ല. പക്ഷേ അതിനപ്പുറം ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമായി നിൽക്കുന്ന ചാനൽ ചർച്ചകളിൽ CPIMന്റെ സമ്മേളനത്തിലൊക്കെ പ്രത്യേക ക്ഷണിതമായി പങ്കെടുത്ത വ്യക്തി കൂടിയാണ് ഈ റെജി ലൂക്കോസ്. ദീർഘനാളുകളായി നമുക്കറിയാം പിണറായി വിജയനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്. ഈ വിവാദ കാലഘട്ടങ്ങളിലെല്ലാം CPIMനെയും CPM നേതാക്കളെയും ന്യായീകരിച്ചുകൊണ്ട് ടെലിവിഷൻ ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന വ്യക്തി കൂടിയായിരുന്നു റെജി ലൂക്കോസ്. അതുകൊണ്ട് റെജി ലൂക്കോസിൻ്റെ ഈ ഒരു നീക്കം, അല്ലെങ്കിൽ റെജി ലൂക്കോസിനെ ഒപ്പം ചേർക്കാൻ കഴിഞ്ഞ BJPയുടെ നടപടി, അത് ആ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. റെജി ലൂക്കോസിൻ്റെ വലിപ്പത്തിനൊപ്പം അദ്ദേഹം ടെലിവിഷൻ വേദികളിലെ CPIMന്റെ മുഖമായിരുന്നു എന്നതുകൂടിയാണ് അതിൽ പ്രത്യേകതയുള്ള കാര്യം. അതുകൊണ്ട് സ്വാഭാവികമായും ഇത് BJPക്ക് ഒരു വലിയ നേട്ടമാണ്. ഒപ്പം ഈ റെജി ലൂക്കോസിൻ്റെ നീക്കത്തെ CPM എങ്ങനെ വിശദീകരിക്കുന്നു എന്നതായിരിക്കും. ഒരുപക്ഷേ ഞങ്ങളുടെ പാർട്ടി അംഗമല്ല എന്ന വാദമൊക്കെ CPM ഉന്നയിച്ചേക്കാം. എന്നിരുന്നാൽ കൂടിയും റെജി ലൂക്കോസ് BJPയുടെ ഭാഗമാവുന്നത് സ്വാഭാവികമായും CPMന് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ഏത് രീതിയിലെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവരല്ല, കോൺഗ്രസിൻ്റെ ചേരിയിലൊപ്പം നിൽക്കുന്നവരാണ് BJPയിലേക്ക് പോകുന്നത് എന്നതാണ് CPM. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP, ഇതാണ് CPM ദീർഘനാളുകളായി ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ ഇദ്ദേഹം റെജി ലൂക്കോസിനെ പോലെയുള്ള വ്യക്തികളെ BJPക്കൊപ്പം ചേർക്കാൻ കഴിഞ്ഞത് ആ തരത്തിൽ തന്നെയാണ് CPMന് തിരിച്ചടിയാവുക. രാജീവ് ചന്ദ്രശേഖരൻ അടക്കം പങ്കെടുത്തുകൊണ്ട്, സംസ്ഥാന അധ്യക്ഷനടക്കം പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച നടപടി തന്നെ നൽകുന്ന സൂചനയും അതുതന്നെയാവും. എന്തായാലും CPM എങ്ങനെ വിശദീകരിക്കുന്നതെന്നുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ഒരു കാര്യം കൂടി നമുക്ക്